നമസ്കാരം, എഡ്യൂഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് എപ്പോഴും നമ്മളെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിക്കാവുന്ന കുറച്ച് കമ്മിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. പഞ്ചായത്ത് രാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കമ്മിറ്റികളെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് രാജ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഏപ്രിൽ 24. അതായത് ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് എന്ന് തൊട്ടാണെന്ന് ചോദിച്ചാൽ 2010 മുതലാണ് എന്ത് ചെയ്തത്? ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന പദം കൊണ്ടുവന്നത് ആരാണെന്നൊരു ചോദ്യം ഉണ്ടാവും. പഞ്ചായത്ത് രാജ് നമുക്കറിയാം, പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണ്. പഠിച്ചു വെക്കുക, പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജവഹർലാൽ നെഹ്റു പറയാൻ പാടില്ല, ബൽവന്ത് റായ് മേത്തയാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന പദം കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അത് മറന്നു പോകരുത്. പിന്നീട് നമുക്ക് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഭേദഗതികളാണ്. ഇപ്പം കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചൊരു ചോദ്യമാണ് 73ാം ഭേദഗതിയും 74ാം ഭേദഗതി. നമ്മളിന്ന് പഞ്ചായത്ത് രാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കമ്മിറ്റികളാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കമ്മിറ്റികളാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അതായത് എപ്പോഴും പഞ്ചായത്ത് രാജിൻ്റെ കമ്മിറ്റികളിട്ട് നമ്മളെ കുഴപ്പിക്കും. അതായത് ഭരണഘടന അംഗീകാരം നൽകിയ, പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയത് അല്ലെങ്കിൽ ഭരണഘടനാ അംഗീകാരം നൽകിയ കമ്മിറ്റി ഏത്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിനെ ത്രിതല പഞ്ചായത്ത് സമ്പ്രദാനം എന്നാക്കി കമ്മിറ്റി ഏത്? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഏതിലാണ്? നമ്മുടെ കഴിഞ്ഞ LD ആയാലും WCP ആയാലും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു 10 കമ്മിറ്റികൾ ഞാൻ പറയുന്നുണ്ട് പഞ്ചായത്ത് രാജിന്റെ. ഇതിൽ കവിഞ്ഞൊരു കമ്മിറ്റി ഇനി കാണില്ല, ഇനി ചോദിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ 10 കമ്മിറ്റികളാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഒരു 10 കമ്മിറ്റികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് കമ്മിറ്റികളിലേക്ക് കിടക്കാം. അപ്പോൾ പഞ്ചായത്ത് രാജ് നമ്മൾ പറഞ്ഞു, പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന പദം കൊണ്ടുവന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഠിച്ചു വെക്കാം. ഇനി നമ്മൾ പറയുന്ന 10 കമ്മിറ്റികൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. ഒന്ന്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഓപ്ഷനുകളിൽ പഞ്ചായത്ത് രാജിന്റെ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്തായാലും ഉണ്ടാവും. രണ്ടാമത് സന്താന കമ്മിറ്റി, ഈ കമ്മിറ്റി എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, സന്താനം കമ്മിറ്റി. പിന്നീട് മൂന്നാമതൊരു പഠിക്കുന്ന കമ്മിറ്റിയാണ് സാദിഖ് അലി കമ്മിറ്റി. ഈ കമ്മിറ്റി അധികം കേട്ടിട്ടുണ്ടാവില്ല. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയാണ് സാദിഖ് അലി കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കുന്നത് വ്യാസ് കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് പറയുന്നത്, വ്യാസ് കമ്മിറ്റി. അപ്പോൾ 4ാമത്തെ കമ്മിറ്റിയാണ് വ്യാസ്. 1 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, 2 സന്താനം കമ്മിറ്റി, 3 എന്താണ്? സാദിഖ് അലി കമ്മിറ്റി, 4 വ്യാസ് കമ്മിറ്റി. 5ാമതായിട്ട് നമ്മൾ പറയുന്ന ഒരു കമ്മിറ്റിയാണ് ഏതാ? അശോക് മേത്ത കമ്മിറ്റി. പഠിച്ചു വെക്കണേ, അശോക് മേത്ത കമ്മിറ്റി 5ാമത്തെ കമ്മിറ്റി. 6ാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, അതിന്റെ പേരാണ് ഏതാ? ഹനുമന്ത് റാവു കമ്മിറ്റി. പഠിച്ചു വെക്കണേ, 6ാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഹനുമന്ത് റാവു കമ്മിറ്റി. അതുപോലെ തന്നെ 7ാമത്തെ ഒരു കമ്മിറ്റിയാണ് VKV റാവു കമ്മിറ്റി. ഈ കമ്മിറ്റികളെല്ലാം നമ്മൾ പഠിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഈ കമ്മിറ്റികളെല്ലാം ഉണ്ടാവും. പഞ്ചായത്ത് രാജിന്റെ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഈ കമ്മിറ്റികളെല്ലാം ഉണ്ടാവും. അപ്പോൾ 7ാമത് നമ്മൾ പറഞ്ഞ കമ്മിറ്റിയാണ് ഏതാ? ഈ പറഞ്ഞ VKV റാവു കമ്മിറ്റി. 8ാമത്തെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് LVM സിംഘി കമ്മിറ്റി. പഠിച്ച LM സിംഘി കമ്മിറ്റി. പഠിച്ചു വെക്കണേ, LM സിംഘി കമ്മിറ്റി ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 9ാമതായിട്ട് പറയുന്ന ഒരു കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. എപ്പോഴും ഓപ്ഷനിൽ ഫൈനൽ കീയുടെ ആൻസർ ആയിരിക്കും PK തുങ്കൻ കമ്മിറ്റി. എപ്പോഴും പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് PK തുങ്കൻ കമ്മിറ്റി. 10ാമതായിട്ട് നമ്മൾ പറയുന്ന ഒരു കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. പഠിച്ചു വെക്കണം. അപ്പോൾ 10ാമതായിട്ട് നമ്മൾ പറഞ്ഞൊരു കമ്മിറ്റിയാണ് ഇത് ഗാഡ്ഗിൽ കമ്മിറ്റി. അത്രയൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. നമുക്ക് 1957 തൊട്ട് ഇങ്ങോട്ട് പറയാം. അതായത് പഞ്ചായത്ത് രാജിന്റെ കമ്മിറ്റികൾ തുടങ്ങുന്നത് 1957 നമുക്കറിയാം. 1957 ആദ്യമായിട്ട് വരുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. നമുക്കറിയാം പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ആദ്യമായിട്ട് 1957 നമുക്കറിയാം കേരള സർവകലാശാല വന്നത് 1957 അല്ലേ?
അപ്പോൾ UGC വന്നതെന്നാണ് 1953 ഡിസംബർ 28-നാണ്. 1953-ലാണ് UGC വന്നതെങ്കിൽ 1957-ലാണ് കേരള സർവകലാശാല വന്നത്. ഈ 57-ൽ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ കമ്മിറ്റി, പഞ്ചായത്ത് രാജിന്റെ ആദ്യ കമ്മിറ്റിയായ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇനി ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെയാണ് ചോദ്യങ്ങളിൽ വരുന്നത്. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ച, അതായത് ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജിന്റെ കമ്മിറ്റി ആയിട്ട് വരുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അതിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ബൽവന്ത് റായ് മേത്തയാണ്. 1957 നവംബർ 24. നവംബർ 24 നമുക്കറിയില്ല ഡേറ്റ് എന്താ പ്രത്യേകതയെന്ന് അല്ലേ. നവംബർ 26 നമുക്കറിയാം എന്താണ് ദേശീയ ക്ഷീരദിനം എന്നറിയപ്പെടുന്നത് നവംബർ 26. അതുപോലെ തന്നെ നിയമദിനം എന്നറിയപ്പെടുന്നത് നവംബർ 26 അല്ലേ. അപ്പോൾ നവംബർ 24 1957-ലാണ് എന്ത് വരുന്നതാ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിലവിൽ വരുന്നതാ. ഇനി ബൽവന്ത് റായ് മേത്ത മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്? 1 ജില്ലാ പഞ്ചായത്ത്, 2 ബ്ലോക്ക് പഞ്ചായത്ത്, 3 ഗ്രാമപഞ്ചായത്ത്. നമ്മളെ ഭരണ സംവിധാനം ഇപ്പൊ അങ്ങനെയാണ് അല്ലെ. ത്രിതല പഞ്ചായത്ത് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. പഠിച്ചു വെക്കണേ, എന്താണ് ത്രിതല സമ്പ്രദായം കൊണ്ടുവന്ന കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പഞ്ചായത്ത് രാജിലെ ത്രിതല സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ഈ പറഞ്ഞ ബൽവന്ത് റായ് മേത്തയാണ്. പഠിച്ചു വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ NDC ആണ് എന്ത് ചെയ്യുന്നത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അംഗീകരിക്കുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നാ നിലവിൽ വന്നത്? 1952 ഓഗസ്റ്റ് 6-ലാണ് എന്ത് ചെയ്യുന്നത്? NDC നിലവിൽ വരുന്നത്. ഈ NDC നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അംഗീകരിച്ചത് 1958-ലാണ്. അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ബൽവന്ത് റായ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ ത്രിതല പഞ്ചായത്ത് സമ്പ്രദായം ആരുടെ ആശയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ആശയമാണ്. അതൊന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ 57-ൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1959, ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത് 1959-ലാണ്. 1959 ഒക്ടോബർ 2-ന് നമ്മുടെ രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനം അല്ലെ, രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. ആ രാജസ്ഥാൻ സംസ്ഥാനത്തെ നാഗൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. 1959. അപ്പൊ 57-ൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നു. ശേഷം തുടർന്ന് 59-ൽ രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല, നമുക്ക് കമ്മിറ്റികൾ പറഞ്ഞു പോവാം. 57-ൽ ബൽവന്ത് റായ് മേത്ത ത്രിതല പഞ്ചായത്ത് സമ്പ്രദായം കൊണ്ടുവന്നു. ഓക്കെ ആണല്ലേ. 57-ലൂടെ ഒരു +6 കൂട്ടിയാൽ 1963. അപ്പോൾ അങ്ങനെ പഠിച്ചു വെക്കുക. 57-ലൂടെ ഒരു 6 കൂട്ടി 63-ലേക്ക് വന്നു കഴിഞ്ഞാൽ സന്താന കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജിന്റെ 10 കമ്മിറ്റികളാണ് നമ്മൾ പറയുന്നത്. അതിൽ രണ്ടാമത്തെ കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. 1963-ലാണ് സന്താനം കമ്മിറ്റി നിലവിൽ വരുന്നത്. എന്താണ് സന്താന കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സന്താന കമ്മിറ്റിയാണ് എന്താണ് പഞ്ചായത്ത് രാജിൽ ധനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏതാ? ഈ സന്താന കമ്മിറ്റി. പഠിച്ചു വെക്കണേ. അതായത് ധനകാര്യങ്ങൾ പഠനം നടത്താൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ് ഏത്? 1963-ൽ വന്ന കമ്മിറ്റിയായ സന്താന കമ്മിറ്റി. അത് നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തത് നമ്മൾ പറയുന്നത് 1964, 63 കഴിഞ്ഞ് ഒരു വർഷം കൂട്ടിയാൽ 64 എന്താണ്? സാദിഖ് അലി കമ്മിറ്റിയാണ്. പഠിച്ചു വെക്കണം. സാദിഖ് അലി കമ്മിറ്റി എല്ലാവരും കേട്ടിട്ടില്ലാത്ത ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല, എന്നാൽ തന്നെ ഇനി നാളെ ഒരിക്കൽ ചോദിച്ചു. നമ്മൾ LDC എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഒതുങ്ങുന്ന കുറേ ചോദ്യങ്ങളാണ്. LPUP അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാതിരിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ചോദിക്കാം. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ പഞ്ചായത്ത് രാജിന്റെ കമ്മിറ്റികളിൽ 1 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് സമ്പ്രദായം കൊണ്ടുവന്നു. 63-ല് ധനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വന്ന കമ്മിറ്റിയാണ് ഏതാ? ഈ പറഞ്ഞ സന്താനം കമ്മിറ്റി. പിന്നീട് അടുത്ത ഞാൻ പറഞ്ഞ ഒരു കമ്മിറ്റിയാണ് 63 കഴിഞ്ഞ് 64 സാദിഖ് അലി കമ്മിറ്റി. ഇത് വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജിന്റെ പരാജയത്തെ തുടർന്ന്, നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് വന്നത് രാജസ്ഥാനിലാണ്, നാഗൂർ ജില്ല. അത് പൂർണ്ണ പരാജയമായിരുന്നു. ആ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത് പൂർണ്ണ പരാജയമായിരുന്നു. അതിനെ അന്വേഷിക്കാൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ് ഏത്? ബൽവന്ത് റായ് ഏതാണ് സാദിഖ് അലി കമ്മിറ്റി. 1964-ലെ സാദിഖ് അലി കമ്മിറ്റി.
ഈ 64 പിന്നെ ഒരു 10 കൂട്ടുക, 1974. അടുത്ത കമ്മിറ്റിയാണ് വ്യാസ് കമ്മിറ്റി. പഠിച്ചു വെക്കണേ, 1974 വന്ന കമ്മിറ്റിയാണ് GL വ്യാസ് കമ്മിറ്റി. ഈ കമ്മിറ്റി പഠിച്ചു വെക്കുക. എന്താണ്? രാജസ്ഥാൻ സർക്കാർ അന്നത്തെ പഞ്ചായത്ത് രാജ് 59 വന്നു. അപ്പൊ ആ പഞ്ചായത്ത് രാജ് പൂർണ്ണ പരാജയമായിരുന്നു. അന്വേഷണ കമ്മിറ്റി ഏതാണ്? സാദിഖ് അലി കമ്മിറ്റിയാണ്. അപ്പൊ ഈ പഞ്ചായത്ത് രാജിന്റെ പരാജയം എന്താണെന്ന് അറിയാം. അന്നത്തെ സർക്കാർ, അതായത് രാജസ്ഥാൻ സർക്കാർ എന്ത് ചെയ്യാണ്? ഒരു കമ്മിറ്റി കൊണ്ടുവരികയാണ്. അതിന്റെ പേരാണ് എന്ത്? ഈ പറഞ്ഞ GL വ്യാസ് കമ്മിറ്റി. 1974. ഈ 74ന്റെ കൂടെ ഒരു 3 കൂട്ടുക. 3 കൂട്ടിയാൽ 1977. എന്താണ് 77? അടുത്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കമ്മിറ്റിയാണ്. ഒന്ന് ബൽവന്തറായി മേത്ത കമ്മിറ്റി, ഒന്ന് സന്താനം കമ്മിറ്റി, ഒന്ന് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ച ആശയം ഇതാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ അശോക് മേത്ത കമ്മിറ്റിക്ക്. എന്താണ് കമ്മിറ്റി ഓൺ, എന്താണ് പഠിച്ചു വെക്കുക, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് ഏതാണ്? ഈ പറഞ്ഞ അശോക് മേത്ത കമ്മിറ്റിയാണ്. പഠിച്ചു വെക്കണം. എന്താണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? ഈ പറഞ്ഞ അശോക് മേത്ത കമ്മിറ്റിയാണ്. 1977. ഈ അശോക് മേത്ത കമ്മിറ്റിയാണ് നമ്മുടെ ബൽവന്തറായി ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നതിനെ എതിർത്തുകൊണ്ട് അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞതാണ് ത്രിതല സമ്പ്രദായത്തെ എന്താണ് ദ്വിമണ്ഡല സഭ ദ്വിതല മേഖലയാക്കണമെന്ന്. അപ്പൊ ത്രിതല മേഖല എന്താണ് ദ്വിതലമാക്കണമെന്ന് പറഞ്ഞത് ആരാണ്? ഈ പറഞ്ഞ അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ ത്രിതല സമുദായത്തെ ദ്വിതലമാക്കാൻ പറഞ്ഞത് ഏത് കമ്മിറ്റിയാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. പഠിച്ചു വെക്കുക. 1977. അതൊന്ന് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ഈ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മലയാളി ആരാണെന്ന് ചോദിക്കും. അദ്ദേഹത്തിന് ഞാനൊരു ഓപ്ഷനിലൂടെ പറയാം, ക്ലൂവിലൂടെ പറയാം. അപ്പോൾ അത് നിങ്ങൾ പറയാം എന്താ പേരെന്ന്. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൃതികൾ പറയുകയാണെങ്കിൽ കേരള യെസ്റ്റർഡേ ടുഡേ ടുമാറോ, അതുപോലെ തന്നെ എന്താണ് 1.25 കോടി മലയാളികൾ. അദ്ദേഹത്തിന്റെ പത്രമാണ് പ്രഭാതം. പഠിച്ചു വെക്കണേ. അപ്പം ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ ആരിൽ ആസ്പദമാക്കിയാണ്? EMS നമ്പൂതിരിപ്പാടാണ് അല്ലേ. നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS മുഖ്യമന്ത്രി. നമ്മൾ ആദ്യത്തെ EMS മന്ത്രിസഭ എന്ന് പറയാം. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് നമുക്ക് അല്ലേ. 1957 ഏപ്രിൽ 5 നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര മന്ത്രിമാരാണ്? 11 മന്ത്രിമാരാണ് നമ്മുടെ മന്ത്രിസഭയിൽ. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 മന്ത്രിമാരാണ്. അതിൽ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ ആര്? ജോസഫ് മുണ്ടശ്ശേരി. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നറിയപ്പെടുന്ന ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രിയല്ലേ ആര്? KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഒരേ ഒരു വനിതയാണ് KR ഗൗരിയമ്മ, ആദ്യത്തെ റവന്യൂ മന്ത്രിയാണ്. അതായത് അവരുടെ ആത്മകഥയല്ലേ ആത്മകഥ എന്ന് പറയുന്നത്. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയതാണ് KR ഗൗരിയമ്മ. അതുപോലെ തന്നെ നമ്മുടെ EMS നമ്പൂതിരിപ്പാട്, നമ്മുടെ ജവഹർലാൽ നെഹ്റു, ഇവരൊക്കെ എന്താണ് ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയവരാണ്. അപ്പോൾ നമ്മുടെ കമ്മിറ്റികളാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്. അപ്പോൾ ത്രിതല സമ്പ്രദായത്തിൽ നിന്ന് കൊണ്ടുവന്നു? ദ്വിതല സമ്പ്രദായം കൊണ്ടുവന്നു. ത്രിതല പഞ്ചായത്തിൽ നിന്നുള്ളതിൽ നിന്ന് ദ്വിതലം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ ഒരേ ഒരു മലയാളിയാണ് EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ 1974-77 അശോക് മേത്ത കമ്മിറ്റി. 77 കൂടെ ഒരു 6 കൂട്ടുക. 1983 ഹനുമന്ത റാവു കമ്മിറ്റി. ഇത് ഓപ്ഷനുകളിൽ കാണുമെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാൽ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ LDCക്ക് എല്ലായിടത്തു നിന്നും ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കമ്മിറ്റികളൊന്ന് അറിഞ്ഞു വെക്കുക. എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു ഭാഗമാണ് പഞ്ചായത്ത് രാജിന്റെ കമ്മിറ്റികൾ. അപ്പോൾ 1977 കൂടെ ഒരു 6 കൂട്ടി 1983 ഹനുമന്ത റാവു കമ്മിറ്റി. അതായത് ജില്ലാതലത്തിൽ ആസൂത്രണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ് ഏതാ? ഈ പറഞ്ഞ ഹനുമന്ത റാവു കമ്മിറ്റി. പഠിച്ചു വെക്കണേ. എന്താണ് ജില്ലാതലത്തിൽ ആസൂത്രണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ് 1983 വന്ന ഏതാണ്? ഈ പറഞ്ഞ ഹനുമന്ത റാവു കമ്മിറ്റി. പഠിച്ചു വെക്കണം. ശേഷം 83 കഴിഞ്ഞ് 2 വർഷം കൂടെ കൂട്ടി 1985
GVK റാവു കമ്മിറ്റി. എന്താണ് GVK റാവു? ഞാനിങ്ങനെ ഒരുപാട് കമ്മിറ്റികൾ പറയുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്കൊരു പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എഴുതി വെച്ച് പഠിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജിന്റെ കമ്മിറ്റികൾ എപ്പോഴും നമുക്ക് ഒരു മാർക്ക് കിട്ടാൻ ഉറപ്പുള്ളതാണ്. അപ്പോൾ ആ മാർക്ക് നമ്മൾ കളയരുത്. അപ്പോൾ അത് നമുക്ക് സംശയ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. എപ്പോഴും ഭരണഘടന അംഗീകാരം നൽകിയ കമ്മിറ്റികൾ ചോദിക്കും, ത്രിതലം കൊണ്ടുവന്ന കമ്മിറ്റി ചോദിക്കും, അതുപോലെ ത്രിതലത്തിൽ നിന്ന് ദ്വിതലമാക്കിയ കമ്മിറ്റി ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊന്ന് എഴുതി വെച്ച് പഠിക്കുക. 1985 GVK റാവു കമ്മിറ്റി വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഗ്രാമവികസനത്തിന്റെ പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്ന കമ്മിറ്റിയാണ് ഈ പറഞ്ഞ GVK റാവു കമ്മിറ്റി. അതായത് ഗ്രാമവികസനത്തിനായിട്ട് പഠനം നടത്താൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. അപ്പൊ ഗ്രാമവികസനം എന്ന് ഓർക്കുമ്പോഴേ ഏത് വരണം? GVK റാവു കമ്മിറ്റി. അപ്പൊ 1985. ഈ 85ന്റെ കൂടെ ഒരു 2 കൂട്ടുക, ഒരു 1 കൂട്ടുക 1986. 86 ആ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. LM സിംഗ്വി കമ്മിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത അല്ലെങ്കിൽ ഭരണഘടന അംഗീകാരം നൽകിയ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LM സിംഗ്വി കമ്മിറ്റിയാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ പഞ്ചായത്ത് രാജിന് ഭരണഘടന അംഗീകാരം നൽകിയ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LM സിംഗ്വി കമ്മിറ്റിയാണ്. പക്ഷേ ഭരണഘടന അംഗീകാരം നൽകിയ പാർലമെന്ററി കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1988 വന്ന PK തുങ്കൻ കമ്മിറ്റിയാണ്. മാറിപ്പോകരുത്. അപ്പോൾ പഞ്ചായത്ത് രാജിന് ഭരണഘടന അംഗീകാരം നൽകിയ കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. അത് 86ലാണ്. 1986ലാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടന അംഗീകാരം നൽകിയ പാർലമെന്ററി കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1988 വന്ന PK തുങ്കൻ കമ്മിറ്റിയാണ്. പിന്നീട് നമ്മൾ പറയുന്നത് 1988 തന്നെ ഒരു കമ്മിറ്റിയും കൂടെ വരികയാണ്, ഗാഡ്ഗിൽ കമ്മിറ്റി. 10ാമത്തെ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി? അതായത് ത്രിതല പഞ്ചായത്ത് സമ്പ്രദായത്തെ വീണ്ടും നിർദ്ദേശിച്ചത് ആരാണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ത്രിതലം തന്നെ വേണമെന്ന് പറഞ്ഞു. INC നിയമിച്ച കമ്മിറ്റിയാണ് ഇത്. ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച കമ്മിറ്റിയാണ് ഈ പറഞ്ഞ ഗാഡ്ഗിൽ കമ്മിറ്റി. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിന് ഭരണഘടനയിൽ ചേർത്ത് ത്രിതല സംവിധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ഏതാണ്? ഈ പറഞ്ഞ ഗാഡ്ഗിൽ കമ്മിറ്റി. അപ്പോൾ അശോക് മേത്ത ദ്വിതലമാക്കി. ആദ്യമായിട്ട് ബൽവന്തറായ് മേത്തയാണ് ത്രിതലം കൊണ്ടുവരുന്നത്. ശേഷം അതിനെ ദ്വിതലമാക്കണമെന്ന് പറയുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. 1977 വന്ന ശേഷം 1988 വന്ന ഗാഡ്ഗിൽ വീണ്ടും പറഞ്ഞു ത്രിതല സംവിധാനം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ഭരണഘടനയെ ചേർക്കണമെന്ന നിർദ്ദേശങ്ങൾ ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിൽ കാലാവധി 5 വർഷമാക്കണമെന്ന് പറഞ്ഞ കമ്മിറ്റി. പഠിച്ചു വെക്കണേ. പഞ്ചായത്ത് രാജിന്റെ കാലാവധി 5 വർഷം, കൃത്യം 5 വർഷം വേണമെന്ന് പറഞ്ഞ കമ്മിറ്റി ഏതാണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. 1988. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ INC നിയോഗിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. 1988. അപ്പോൾ INC നിലവിൽ വന്ന എന്നാണ്? 1885 ഡിസംബർ 28 ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് അല്ലേ? ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതെന്നാണ് 1885 ഡിസംബർ 28. അത് ഈ സമയം ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ 10 കമ്മിറ്റികൾ പെട്ടെന്നൊന്ന് പറയാം. 1957 ബൽവന്തറായ് മേത്ത കമ്മിറ്റി. അത് ത്രിതല സമ്പ്രദായം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. പഞ്ചായത്ത് രാജിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ബൽവന്തറായ് മേത്തയാണ്. ബൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ, പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ബൽവന്തറായ് മേത്ത തന്നെയാണ്. പിന്നീട് 1963 സന്താനം കമ്മിറ്റി. പഞ്ചായത്ത് രാജിലെ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വന്ന കമ്മിറ്റിയാണ്, അന്വേഷിക്കാൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. 63 കഴിഞ്ഞ് 1964 വന്നൊരു കമ്മിറ്റിയുണ്ട്, സാദിഖ് അലി കമ്മിറ്റി. ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ രാജസ്ഥാനാണ്. അതിന്റെ പരാജയത്തെ തുടർന്ന് അന്വേഷിച്ച കമ്മീഷനാണ് കമ്മിറ്റിയാണ് ഈ സാദിഖ് അലി കമ്മിറ്റി. 4ാമത്തെ കമ്മിറ്റിയാണ് വ്യാസ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജസ്ഥാൻ സർക്കാർ കൊണ്ടുവരുന്ന ഒരു കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് അന്വേഷിക്കാൻ രാജസ്ഥാൻ സർക്കാർ കൊണ്ടുവരുന്ന കമ്മിറ്റിയാണ് വ്യാസ് കമ്മിറ്റി. ശേഷം 1977 വന്ന കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അതായത് ത്രിതല പഞ്ചായത്ത് സമ്പ്രദായത്തെ ദ്വിതലമാക്കണമെന്ന് പറഞ്ഞതും അശോക് മേത്തയാണ്. ഈ അശോക് മേത്തയിൽ അംഗമായ മലയാളിയാണ് EMS നമ്പൂതിരിപ്പാട്. അതുപോലെ തന്നെ ഈ അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയാണ്. ഈ 77ന്റെ കൂടെ ഒരു 6 കൂട്ടി 1983 ഹനുമന്ത റാവു കമ്മിറ്റി. അതായത് ജില്ലാ തലത്തിൽ ആസൂത്രണത്തെ കുറിച്ച് പഠിക്കാൻ വന്ന കമ്മിറ്റിയാണ് ഹനുമന്ത റാവു കമ്മിറ്റി. അതുപോലെ തന്നെ
1986 നിലവിൽ വന്നൊരു കമ്മിറ്റിയുണ്ട്. ഏതാണെന്നറിയോ? ഹനുമന്ത റാവു അല്ല, GVK റാവു കമ്മിറ്റിയാണ്. അതായത് ഗ്രാമവികസനം. റാവു എന്ന് കേൾക്കുമ്പോഴേ എന്താണ്? ഗ്രാമവികസനം പഠനം നടത്താൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ് GVK റാവു. പിന്നീട് 1986 GVK റാവു 85-ലാണ്. 86-ൽ വന്ന കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജിന് ഭരണഘടന അംഗീകാരം നൽകിയ കമ്മിറ്റിയാണ് ഏതാ? LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഭരണഘടന അംഗീകാരം നൽകിയ പാർലമെന്ററി കമ്മിറ്റി ചോദിച്ചാൽ 1988-ൽ വന്ന PK തുങ്കൻ കമ്മിറ്റിയാണ്. പിന്നീട് 88-ൽ വന്നൊരു കമ്മിറ്റിയാണ് നമ്മുടെ INC നിയോഗിച്ച കമ്മിറ്റിയാണ് ഏതാ? ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. പഞ്ചായത്ത് രാജിന്റെ കാലാവധി 5 വർഷമായി നീട്ടിയത് ഏതാണ്? ഈ പറഞ്ഞ ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. അപ്പോൾ ഒരു 10 കമ്മിറ്റികളാണ് നമ്മൾ പറഞ്ഞത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ പഠിച്ചു വെക്കുക, എഴുതി നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം എപ്പോഴും പരീക്ഷയ്ക്ക് 1 മാർക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ കമ്മിറ്റികൾ നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഇനിയും തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഓരോ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഇനിയും ഇതുപോലുള്ള കൊച്ചു കൊച്ചു ടോപ്പിക്കുകളുമായിട്ട് നിങ്ങൾക്ക് സംശയമേറിയ കുറച്ച് ഭാഗങ്ങളുമായിട്ട് ഇനിയും കാണാം.